രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നതായിരുന്നു PV അൻവറിന്റെ മുന്നണി പ്രവേശനം. ഇപ്പോൾ UDF യോഗം സമാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് PV അൻവർ തർക്കത്തിൽ അന്തിമ തീരുമാനമായില്ല. ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണച്ചാൽ അൻവറിനെ UDFന്റെ അസോസിയേറ്റ് മെമ്പറാക്കാമെന്ന UDF യോഗ തീരുമാനം UDF കൺവീനർ PV അൻവറിനെ അറിയിച്ചു. അൻവറിന്റെ പ്രതികരണം അനുസരിച്ചായിരിക്കും തുടർ നീക്കം. അതേസമയം മുന്നണി പ്രവേശനം വേണമെന്ന ആവശ്യത്തിൽ അൻവർ ഉറച്ചു നിൽക്കുകയാണ്. ഇനി തുടർന്നുള്ള നാടുകളിലും ഇപ്പോൾ UDFന്റെ അസോസിയേറ്റഡ് മെമ്പറായി അദ്ദേഹത്തിന് ഇത് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ ഞങ്ങൾ അത് ഞാൻ ശ്രീ അൻവറിനെ ടെലിഫോണിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹവുമായി ഞാൻ കുറച്ച് സമയം സംസാരിക്കുകയുണ്ടായി. തുടർന്നുള്ള നാളുകളിൽ UDFുമായി സഹകരിച്ച് എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം അതിനനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് നല്ലതിനു വേണ്ടി കാത്തിരിക്കാമെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക്. എന്തിനാ സന്തോഷമില്ലാത്ത തന്നെ ഒരു വിഷയമില്ലല്ലോ, പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. കാർമേഘം ഉണ്ടായിരുന്നില്ല, ചെറിയ ചെറിയ സന്ദേഹങ്ങളെ ഉണ്ടായിരുന്നു. നല്ലതിനു വേണ്ടി കാത്തിരിക്കാം, പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകാനായി നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് അസ്ലമും ഒപ്പം തന്നെ ഷബീർ ഉമറും ചേരുകയാണ്. ആദ്യം മുഹമ്മദ് അസ്ലമിലേക്ക്. അസ്ലം, UDFന്റെ ഒരു ഡിമാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സ്ഥാനാർത്ഥിക്ക് എതിരെയുള്ള അൻവറിന്റെ പരാമർശം പിൻവലിക്കണമെന്നാണ് UDF ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തെല്ലാം സുപ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരുന്നു UDF യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. PV അൻവറുമായി ബന്ധപ്പെട്ട മുന്നണി സഹകരണത്തിന്റെ രൂപം സംബന്ധിച്ചുള്ള ധാരണകൾ രൂപപ്പെട്ടിരുന്നെങ്കിലും ഔദ്യോഗികമായി ഇന്ന് UDF യോഗം ചേർന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ആദ്യം UDF അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതായത് ആര്യടൻ ഷൗക്കത്തിന് എന്ന് പറയുന്ന UDFന്റെ സ്ഥാനത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ UDFന്റെ അസോസിയേറ്റ് മെമ്പർ ആക്കാമെന്ന് അറിയിക്കുക മാത്രമല്ല, അത് നേരിട്ട് മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ആ കാര്യം നേരിട്ട് അറിയിക്കാൻ വേണ്ടി UDF കൺവീനർ അടൂർ പ്രകാശിനെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് UDFന്റെ ഭാഗത്തുനിന്നുള്ള കാര്യം ചെയ്തു. അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നുള്ള കാര്യം ഔദ്യോഗികമായി തീരുമാനിച്ചു, അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ഒരു കണ്ടീഷൻ വെച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശിനെ അംഗീകരിച്ചാലാണ് ഈ തീരുമാനം എന്നുള്ളത്. ഈ കാര്യം സ്വാഭാവികമായിട്ടും PV അൻവറിനെ അറിയിക്കും. അതിനുശേഷം നമ്മൾ ഔദ്യോഗികമായി അറിയിക്കുക. UDF കൺവീനർ ആണെങ്കിൽ പോലും മറ്റു ചില പ്രധാന നേതാക്കളും അദ്ദേഹവുമായി സംസാരിക്കും, ആശയവിനിമയം നടത്തുമെന്നാണ് നമ്മൾ പറയുന്നത്. അതിനനുസരിച്ച് അദ്ദേഹം ഈ ഒരു തീരുമാനത്തെ, നമ്മൾ പുറമെ പറയുന്നത് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ആണെങ്കിലും ഒരുപക്ഷെ വൈകാതെ തന്നെ മറ്റു പൂർണ്ണ അംഗത്വത്തിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള ചില സൂചനകളും ചില ധാരണകളും ഒരുപക്ഷെ PV അൻവറുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് UDF നേതാക്കളിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം ഒരു ആശയവിനിമയത്തിന് ശേഷം എന്താണ് PV അൻവർ മറുപടി നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം. നാളെ 9 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതിനാൽ ആ തീരുമാനത്തിൽ ഔദ്യോഗികമായി അദ്ദേഹം എന്താണോ പുറത്തേക്ക് പറയുന്നത് അതിനനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ. അതായത് ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ ഈ തീരുമാനം യാഥാർത്ഥ്യമാകും, കാര്യങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെയല്ല, ഈ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നുള്ള പ്രഖ്യാപനത്തെ അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ ഇതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ അൻവർ വേറെയായിരിക്കും, UDF വേറെ ആയിരിക്കും. ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം ഇതുവരെയുള്ളത് നേരത്തെ ഉണ്ടായ ധാരണകൾ. ആദ്യഘട്ടത്തിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും VD സതീശനുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരം ഒരു ധാരണ ആദ്യഘട്ടത്തിൽ രൂപപ്പെട്ടത്. അതേസമയം അത് പ്രഖ്യാപിച്ചില്ല എന്നതായിരുന്നു ആ സമയത്തുണ്ടായ തടസ്സം. അതിനുശേഷം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഔദ്യോഗികമായി UDF യോഗം ചേർത്തുകൊണ്ട് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന കാര്യത്തിൽ അംഗീകരിക്കുകയും അക്കാര്യം ആദ്യം UDF പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതേസമയം നിബന്ധന വെച്ചാണ് പ്രഖ്യാപിച്ചത്, ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം എന്നുള്ളതാണ്. ആ പിന്തുണയ്ക്കുക എന്ന കാര്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും PV അൻവറിന്റെ കോട്ടിലേക്ക് UDF ഇപ്പോൾ പന്തിട്ടിരിക്കുകയാണ്. ഈ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ അതോ അങ്ങനെയല്ല തീരുമാനത്തിൽ. എന്തായാലും ഇക്കാര്യത്തിൽ നാളെ 9 മണിക്ക് PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തോടെ ഔദ്യോഗികമായ പ്രതികരണത്തോടുകൂടി ഇക്കാര്യത്തിലൊരു കറുപ്പും വെളുപ്പും വ്യക്തമാകും. അതായത് PV അൻവർ UDFനൊപ്പം ഉണ്ടാകുമോ അതോ UDFും PV അൻവറും വ്യത്യസ്തമായി നിന്നുകൊണ്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് നേടുന്ന കാര്യത്തിൽ നാളെ 9 മണിയോടെ അറിയാമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്നത്. UDFനെ സംബന്ധിച്ചോളം നേരത്തെയുള്ള ധാരണകളും ആന്തരിക ചർച്ചകളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഔദ്യോഗികമായി ഈ തീരുമാനമെടുത്ത് ഔദ്യോഗികമായി തന്നെ PV അൻവറിനെ അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് UDF കൺവീനർ അടൂർ പ്രകാശ് ഈ കാര്യം അറിയിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ചില നേതാക്കളും അദ്ദേഹവുമായി സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആശയവിനിമയങ്ങൾ ഇന്ന് രാത്രിയേക്ക് നടക്കും. അതിനുശേഷം ഒരു തീരുമാനം PV അൻവർ പ്രഖ്യാപിക്കും. അതിനനുസരിച്ചായിരിക്കും മുന്നണി തീരുമാനം ഉണ്ടാവുക.
അതായത് യു ഡി എഫിനൊപ്പം പി വി അൻവർ ഉണ്ടോ എന്നറിയാൻ ഇനി നാളെ രാവിലെ പി വി അൻവറിന്റെ ആ ഒരു വാർത്താ സമ്മേളനം പ്രഖ്യാപനം വരെ കാത്തിരിക്കണം. നല്ലതിനു വേണ്ടി കാത്തിരിക്കണമെന്നാണ് KPC പ്രസിഡന്റ് ഒക്കെ പറഞ്ഞത്. വളരെ പോസിറ്റീവായ നിലപാടുകളാണ് പ്രസ്താവനകളാണ് നിലവിൽ UDF-ന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് അവർക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. അതേസമയം പി വി അൻവർ ഇതിൽ ഷബീർ ഉമർ കൂടെയുണ്ട് നമ്മൾക്കൊപ്പം. ഷബീർ, ഇപ്പോൾ നിലപാടിൽ ഉറച്ച് അൻവർ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. UDF-നെ മുന്നണിയിൽ TMC എടുക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അൻവറിന്റെ ഒരു തുടർ നീക്കം എന്തായിരിക്കും? കാരണം UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് തിരുത്തണമെന്നുള്ള ആവശ്യമാണ് UDF-ലെ ചില നേതാക്കൾ ഉന്നയിക്കപ്പെടുന്നതും UDF കൺവീനർ അടക്കം ആ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അൻവറിന്റെ ഒരു തുടർ നീക്കം എന്തായിരിക്കും ഷബീർ? പി വി അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അസോസിയേറ്റഡ് അംഗത്വം അംഗീകരിക്കില്ല, മത്സരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം അത് പരസ്യമായി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ മുഹമ്മദ് ഹസൻ പറഞ്ഞതുപോലെ ചില നീക്കുപോക്കുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്, ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ മാറ്റം വരാം. കാരണം ഇപ്പോൾ അസോസിയേറ്റഡ് അംഗത്വം നൽകുകയും വൈകാതെ തന്നെ UDF-ന്റെ മുന്നണി പ്രവേശനം ഉറപ്പ് നൽകുകയും ചെയ്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ മാറ്റം വരാം. പക്ഷേ ഇതിൽ ഈ ഉറപ്പിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നാണ് അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ അസോസിയേറ്റഡ് അംഗത്വം അല്ലെങ്കിൽ അസോസിയേറ്റഡ് സഹകരണം നേരത്തെ തന്നെ UDF യോഗത്തിൽ തീരുമാനമായതാണ്. പക്ഷേ അത് പ്രഖ്യാപിക്കാൻ VD സതീശന്, പ്രതിപക്ഷ നേതാവ് VD സതീശന് UDF യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അത് പ്രഖ്യാപിക്കാതെ VD സതീശനാണ് ഇത് വൈകിപ്പിച്ചത്, അദ്ദേഹമാണ് കബളിപ്പിക്കാൻ ശ്രമിച്ചത് എന്നതടക്കമാണ് പി വി അൻവർ പറയുന്നത്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങൾ വന്നത്. അപ്പോൾ യൂറപ്പിൽ എത്രമാത്രം അദ്ദേഹം വിശ്വാസം വെക്കും അല്ലെങ്കിൽ വിശ്വാസം പുലർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അസോസിയേറ്റഡ് അംഗത്വം നൽകി വൈകാതെ തന്നെ മുന്നണി പ്രവേശനം സാധ്യമാകുമെന്ന വാക്ക് എത്രത്തോളം അദ്ദേഹം വിശ്വസിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പി വി അൻവറിനെ സംബന്ധിച്ചും ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി മാറും. അപ്പോൾ സ്വാഭാവികമായും UDF സഹകരണമായിരിക്കും അദ്ദേഹവും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രശ്നം കലുഷിതമായി നിൽക്കുന്നു എന്നാണ് പി വി അൻവർ പറയുന്നത്. നേരത്തെയാണെങ്കിൽ അസോസിയേറ്റഡ് അംഗത്വം കൂടി സ്വീകരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, ആര്യാടൻ ഷൗക്കത്തിനെതിരായ പരാമർശം പിൻവലിക്കണമെന്നാണ് UDF നേതൃത്വത്തിന്റെ ആവശ്യം. പലപ്പോഴേ ആവശ്യപ്പെട്ടു, പക്ഷേ പി വി അൻവറിന്റെ ഇക്കാര്യത്തിലുള്ള മറുപടി അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു. UDF-ന്റെ ഭാഗമായിരുന്നുവെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായും നമ്മൾ അംഗീകരിക്കും. നമുക്ക് വ്യക്തിപരമായി അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും UDF-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളെന്ന് നിൽക്കി UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കും, അദ്ദേഹത്തിനായി പ്രവർത്തിക്കും. പക്ഷേ താൻ ഇപ്പോൾ UDF-ന്റെ ഭാഗമല്ല, UDF-ന്റെ ഭാഗമാകാത്ത സ്ഥിതിക്ക് തനിക്ക് ആ നിലയ്ക്ക് വിമർശനം ഉന്നയിക്കാം എന്നാണ് പി വി അൻവറിന്റെ ഇക്കാര്യത്തിലുള്ള ന്യായം. അപ്പോൾ പി വി അൻവർ ആദ്യം ഷൗക്കത്തിനെതിരായ ആക്ഷേപം പിൻവലിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ച് അത് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറല്ല. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് കോൺഗ്രസ് നേതൃത്വം പറയണമെന്നാണ് പി വി അൻവർ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള ചർച്ചകൾ, കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് പി വി അൻവർ തയ്യാറാകാതിരിക്കാനും സാധ്യതയില്ല. എന്തായാലും ആ നിലയ്ക്ക് ഇപ്പോൾ നമുക്ക് തീർത്ത് അദ്ദേഹം മത്സരിക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം അപരിഹാര്യമായി തുടരും, പരിഹരിക്കപ്പെടില്ല, UDF-ഉം അൻവറും വെവ്വേറെ പോകുമെന്നും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. രാത്രി വൈകിയും ഒരു പക്ഷേ ചർച്ചകൾ ഉണ്ടാകാം. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതിന് ശേഷമാണ് ഇന്ന് പകൽ കൂടി കാത്തിരിക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെതായ ഇടപെടലുകൾ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. നാളെ രാവിലെ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കുമെന്ന പ്രഖ്യാപനമായിരിക്കും നാളത്തെ മാധ്യമപ്രവർത്തകർ കാണുമ്പോൾ നാളത്തെ അൻവറിന്റെ പ്രതികരണം. അജി, അൻവറിന്റെ പ്രതികരണം എന്താണ് എന്നാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം തന്നെ